വൈകാ ഓക്കെ ആണോ? തുറക്കാൻ പറ്റുമോ ബാക്ക് ക്ലാസ്? എത്ര മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്? തുറക്കാൻ പറ്റുമോ? ഇപ്പൊ ഇനിയും തുറക്കാൻ പറ്റുമോ? 1 hour 23 minutes. 139 ആയതു. നാഗര മറ്റേ അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അവിടെ വെച്ചാൽ അവിടെ പോയിട്ടില്ല. ഞങ്ങൾക്കെല്ലാം വയറിളക്കം പിടിച്ചത്. അല്ല ഫുഡ് കഴിക്കുന്നില്ലല്ലേ നീ? പാർക്കിംഗ് അവിടെ ഫ്രീ പാർക്കിംഗ് ആണോ ഈ കോഫി ഹൗസിൽ? അവിടെ നമ്മൾ വെച്ചിട്ട്. പക്ഷെ അവിടെ നല്ല ദൂരം ഉണ്ടോ ഈ പറഞ്ഞ നയഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട്? ആണോ? വണ്ടി പേ പാർക്കിങ്ങിന് കഴിയില്ല, അതും പൈസ കൊടുക്കാൻ പറ്റില്ല. പേ പാർക്കിംഗ് ഇതിന്റെ തൊട്ടടുത്തുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 11-12 മണി കഴിഞ്ഞാൽ അത് ഫ്രീ ആണെന്ന് തോന്നുന്നു. ലൈറ്റ് ഇട്ടേക്ക് അല്ലെ മേത്തിരി കത്തിച്ചു. എവിടെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിച്ച്മൗണ്ട് ആൻഡ് ഷെപ്പേർഡ് കേട്ടോ. ബ്രിച്ച്മൗണ്ട് ആൻഡ് ഷെപ്പേർഡ് ഇപ്പൊ ക്ലോസ് ചെയ്യുന്ന 2 മണിയാണ്. ഞാനതല്ല ആലോചിക്കുന്നത്, വെള്ളിയാഴ്ച ഫുഡ് കിട്ടുന്ന സ്ഥലം ഞാൻ ആലോചിക്കുന്നത് ലണ്ടൻ. അതിന്റെ മനസ്സൊന്നും പോകുന്നില്ല. ബിരിയാണിയും പിസയും അങ്ങോട്ട് തന്നെ മാറിയാലോ എന്ന് കേൾക്കുന്നുണ്ട്. ഈ കുട്ടികളിപ്പം കയറിയിട്ടൊക്കെ ഇവിടേക്ക് തന്നെയല്ലേ കയറിയിരുന്നത്. കണ്ടോ ഇത് കണ്ടോ റെക്കോർഡ് പിള്ളേർ വരുന്നത് 7000 പിള്ളേർ. 7900 സംതിങ് സാന്റാമോണിക്ക് മാത്രം. ഒരു റവന്യൂ ആലോചിക്കുക. അത് ഒറ്റ ഇൻടേക്ക്. ഒരു പുള്ളി നാട്ടിൽ ഇങ്ങനെയുള്ള മറ്റേ മലയാളി 360 ആ പയ്യനറിയാം. എനിക്കറിയാം. മോട്ടിലാ അവന്റെ സംസാരത്തിൽ ആത്മാർത്ഥത തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതില് കളിയാക്കി പറയാണെങ്കിൽ ലക്ഷ്യം പിന്നാലെ പറഞ്ഞിട്ടേ. അതായത് അതിന്റെ കമന്റ് നോക്കി കഴിഞ്ഞാൽ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് കാര്യമില്ല, ജോലിയില്ല, മറ്റേയില്ല, മറിച്ചില്ല. ആൾക്കാർക്ക് ഇങ്ങോട്ട് കയറാനുള്ള ആഗ്രഹമുണ്ട്. ഒരു തന്നെ മറ്റുള്ളവർ അവിടെ പോവാണെങ്കിൽ പോയിക്കോട്ടെ, ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ചില ആൾക്കാർ ഇങ്ങനെ ഉച്ചത്തോടൊക്കെ പറയും എന്തിനാ അങ്ങനെ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ ഗവൺമെന്റ് ആക്ഷൻ എടുക്കുകയായിരിക്കും. ഒന്നെങ്കിൽ PR പുതുക്കി തരൂല. പക്ഷെ ഇവിടെ മെയിനായിട്ട് കയറ്റാൻ കാരണം ഈ കുറെ വയസ്സന്മാരിലുണ്ടല്ലേ, അങ്ങനല്ലേ യൂത്തിന് ആവശ്യം. ഞാനീ പാപ്പി ഇങ്ങനെ നോക്കി ഉറങ്ങത്തെ പറ്റി പറയാതെ അൻസാറാ നീ. ചുമ്മാ ഇരിക്കുന്ന ഇരിപ്പി ഉറങ്ങി വീഴുന്നവനാണ് നീ. ചുമ്മാ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, 1 മിനിറ്റ് കഴിയുമ്പോൾ ശബ്ദമൊന്നും കേൾക്കില്ല. അപ്പൊ അവിടെ കിടന്നോ. ഇങ്ങനെ ഉറങ്ങുന്നവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ പെട്ടെന്ന് ഉറങ്ങും അല്ലേ? ഞാൻ ഏതാണ് പെട്ടെന്ന് എന്നാലേ അത് സത്യം പറഞ്ഞ ഒരു അനുഗ്രഹം അങ്ങനെ ഉറങ്ങി വീഴാൻ. ഞാൻ വീട്ടിൽ പോലും കട്ടിലുണ്ട്, അപ്പൊ കിടന്നു. ആരോ നാളെ പറയുന്നത് കേട്ടോ, ഇവരുടെ അച്ഛനെ ഉറക്കമില്ല അതിൽ മെയിൻ പ്രശ്നം ഒരു കാര്യം പറയാം. ഉറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോണങ്ങ് മാറ്റി വയ്ക്കുക. ഫോണങ്ങ് മാറ്റി വെച്ചിട്ട് ചാർജ് കുത്തുന്ന സമയത്തും നമ്മളൊരു ഡിസ്റ്റൻസ് നല്ല കീപ്പ് ചെയ്യും. എന്നാൽ നമ്മൾ തനിയെ ഉറക്കം വരും. മറ്റത് ഉറക്കം വന്നാലും ഫോൺ ഫോൺ ഇങ്ങനെ കണ്ടോണ്ടിട്ട് ഉറക്കം വരും. TV കണ്ടോ ആദ്യമൊന്നും ഇല്ലായിരുന്നു. റൂമിലും TV ഉണ്ടല്ലോ, കണ്ടോണ്ടിരിക്കുമ്പോ അങ്ങനെ സിനിമ കാണാൻ ഒരു വൈബ് ഉണ്ട്. TV കാണുന്ന ഒരു വൈബ് തന്നെ. അത് തന്നെ ബ്രോ. ഈ മൊബൈലിൽ കൂടെ സിനിമ കാണുന്നതൊക്കെ ഭയങ്കര മടുപ്പാണ്. കുറെ കഴിയുമ്പോൾ നമ്മൾ TV മേടിച്ചപ്പോ ഞാൻ എന്റെ കൂട്ടുകാര് ഇതുപോലെ പറഞ്ഞു, എന്തിനാ TV, ഇതെല്ലാം യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഫോണിലുണ്ടല്ലോ. പക്ഷെ ടിവിക്കകത്ത് കാണുമ്പോ ഒരു രസം. സത്യം. ബാച്ചിലേഴ്സ് ആണെങ്കിൽ അതും രസം. പണ്ടത്തെ പടങ്ങൾ എനിക്ക് പടങ്ങളൊക്കെ എനിക്ക് പണ്ടത്തോടെ ഞാൻ ചിത്രം അതൊക്കെ കുറെ കണ്ട്. ചന്ദ്രയിലേക്ക്
ഭയങ്കര പക്ഷെ അതിൽ അവൻ്റെ ലുക്ക് ഗാംഭീര്യം പൗരുഷം ആരോ ഒരാൾ ജയറാം പറ്റി പറഞ്ഞിട്ടോ ആരോ ആൾക്കാർ പറയുന്നുണ്ട് ജസ്റ്റ് തീരെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ജയറാം പറയുന്ന ഉത്തരം ഭയങ്കരമാണ്. അതായത് അന്നത്തെ കാലത്ത് ഈ വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ നോക്കിയിട്ട് പറയുന്നില്ല. അതായത് അഭിനയത്തിന് പുറമെ വോയിസ് കിട്ടാൻ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് എന്താ ഒന്നുമില്ല സാധാ പോലെ പറയുമ്പോൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ആൾക്കാരല്ല സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പൊ മറ്റേ ഇവനും ഹൈവേ കയറ്റുമ്പോ വിൻഡോ എല്ലാം കയറ്റിട്ടേക്കും ചെവിയിലല്ലെങ്കിൽ ഭയങ്കര കാറ്റടിക്കും. താത്തന്റെ സൗണ്ടിൽ പറയുന്നത് വിൻഡോ കയറ്റിക്കാൻ സാർ അങ്ങനെ ഹൈവേ അല്ലേ. നിനക്കിപ്പോ സിനിമയിൽ കയറി നസ്ലിന്റെ കൂടെ ഉള്ള ഒരു പടം കയറി ഞാൻ അങ്ങോട്ട് ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിനക്ക് കയറി വരും. ബാക്കിയുള്ള ആൾക്കാർ താഴെ വീഴും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ എവിടെ ഫുഡ് കഴിച്ചെടുത്തില്ല. ആ നല്ലായിരുന്നു. എനിക്ക് പക്ഷെ ലാമ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ചിക്കനേക്കാളും. നല്ല ഒരു ഇതുണ്ടല്ലേ വെന്തിട്ടൊരു ആ സോഫ്റ്റ്നെസ്. മസാലകൾ ഉപയോഗിക്കണം അല്ലേ ഇവിടെ മസാല അതെ അതെ മേലെ കണ്ടിക്ക ഒരു ഉള്ളി പൊരിച്ചിട്ട് വെച്ച ആ നമ്മളെ നാട്ടില് ഫുള്ള് ചോറിന്റെ അടിയിലല്ല മസാല വരിക. ഇവിടെ മസാല ഇല്ല. ഇവിടെ വേറെ എന്തൊക്കെ കളികളാ. ഇവര് സാധാ അരി വേവിപ്പിച്ചിട്ട് പിന്നെ ചിക്കന് മറ്റേ മട്ടൻ ആണെങ്കിൽ അത് വേവിപ്പിച്ചിട്ട് മേലെ വെക്കുന്ന തോന്നും. പിന്നെ അതിന്റെ നെയ്യ് ഇങ്ങനെ ഇറങ്ങി വീഴുമ്പോ ഇതിനൊരു ടേസ്റ്റ് വീഴുമായിരിക്കും. അതെ 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 ഒരു എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിക്കുന്നുണ്ടാവും ടേസ്റ്റിന് വേണ്ടിട്ട് മേലെ ഒഴിക്കുന്നുണ്ടാവും. ഇതിന്റെ തന്നെ നെയ്യാന്ന് തോന്നുന്നു ഈ ലാമ്പിന്റെ. ലാമ്പ് ഇങ്ങനെ ഈ അരിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുമ്പോ അതിന്റെ നെയ്യ് ഇങ്ങനെ ഇറങ്ങി വീണിട്ട് ഇത് നല്ല ടേസ്റ്റ് വരും. നല്ല രസമായി ഇതിലെ കൂടെ പോകാൻ. പക്ഷെ ഞാൻ വരുന്ന സമയത്ത് ഇത്രയും ട്രാഫിക് കുറവായിരുന്നു. ഇപ്പൊ ഭയങ്കര ട്രാഫിക്. ഈ റോഡ് പോരെ വീതി കൂട്ടുണ്ട്.